പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് വന്ന രോഗങ്ങൾ കരിഞ്ഞ് ഇല്ലാതെയാവാൻ, ആ രോഗങ്ങൾക്ക് വലിയ ശിഫ ലഭിക്കാൻ പല ഡോക്ടർമാരെ സമീപിച്ചു. അവരെല്ലാം റിപ്പോർട്ടുകൾ എടുത്തു, രോഗങ്ങൾ കാണുന്നില്ല. ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഏത് മൂർത്തിയാണെങ്കിലും അത് ശരീരത്തിൽ നിന്ന് കരിഞ്ഞ് ഇല്ലാതെയാകും. ഈ അമൽ ഇൻഷാ അല്ലാഹ് ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്ക്, ജീവിതത്തിൽ നിനക്ക് അത്ഭുതം കാണാം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്ന സമയത്ത് പറയുന്ന ഒരു വിഷയമാണ്. തങ്ങളെ ഇവിടെ വേദനയാണ്, അല്ലെങ്കിൽ ഊരയുടെ ഭാഗങ്ങളിൽ വേദനയാണ്, കാലിൽ വേദനയാണ്, ശരീരത്തിൽ ആ സകലം വേദനകളാണ്, എനിക്കൊന്ന് നടക്കാൻ വയ്യ, പെട്ടെന്നാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. കാലിൻ്റെ കെണുപ്പുകളിൽ വേദന, ശരീരത്തിൻ്റെ ഓരോ ജോയിൻറ്റിൽ വലിയ വേദനയാണ്, വലിയ പ്രയാസമുണ്ട്, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും എനിക്കൊരു ആഫിയത്തില്ല. ഡോക്ടർമാരെ സമീപിച്ചു, അവരെല്ലാം റിപ്പോർട്ടുകൾ എടുത്തു, എല്ലാ ചെക്കപ്പും കഴിഞ്ഞു, അവർക്കൊന്നും രോഗം കണ്ടെത്താൻ കഴിയുന്നില്ല. അവരൊക്കെ പറയുന്നത് നിങ്ങൾക്കൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. എനിക്കാണെങ്കിലോ എൻ്റെ തടിയോണ്ട് നിൽക്കാൻ വയ്യ, ഒരു ആഫിയത്തില്ല, എപ്പോഴും ക്ഷീണം, എപ്പോഴും ഒരു കുഴക്കം, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വേദന, സഞ്ചാരം. ഇതൊക്കെ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടാണോ? ഇതെന്തെങ്കിലും പൈശാചികമായ ഷെറുകളാണോ? അല്ലെങ്കിൽ എനിക്ക് സിഹിർ മൂലം വന്ന ബുദ്ധിമുട്ടാണോ തങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈ വിനീതനെ സമീപിക്കുന്നവർ, നമ്മളവരുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇത്തരം പ്രയാസങ്ങൾ, പൈശാചികമായ സാന്നിധ്യം അവരുടെ ശരീരത്തിലുണ്ട് എന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. ഇത്തരം പൈശാചികമായ ഷെറുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മൂർത്തിയുടെ ശല്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സിഹിർ സംബന്ധമായ പ്രയാസങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ശരീരത്തിൽ ആ സകലം വേദനകൾ ഉണ്ടാകും. ശരീരം എപ്പോഴും ഒരു ക്ഷീണിച്ചിരിക്കും, ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ല, ശരീരം ഇങ്ങനെ മെലിഞ്ഞു വരും. ഭക്ഷണം വേണമെന്നുണ്ട്, പക്ഷെ കഴിക്കാൻ തോന്നില്ല. ഭക്ഷണം കഴിച്ചാൽ തന്നെ വയറിനൊരു സ്തംഭനം, വയറ് ചുട്ടുനീറുക, എത്ര കഴിച്ചിട്ടും കാര്യമില്ല, വയറ് ചുട്ടുനീറുക. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഇത്രയും പ്രയാസങ്ങൾ, ഇത്തരം പൈശാചികമായ സാന്നിധ്യങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ അവൻ്റെ ശരീരം കാണിക്കുന്ന അടയാളങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ കുറേ അടയാളങ്ങളുണ്ട്. ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗങ്ങൾ മാറും. തൊലിപ്പുറത്ത് കാണുന്ന ചൊറി പോലുള്ള, ചുണങ്ങ് പോലുള്ള തൊലിയിലുണ്ടാകുന്ന രോഗങ്ങൾ, ചില ആളുകളെ തൊലികളൊക്കെ പാമ്പിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഉണങ്ങിത്തരിച്ചതായി കാണാം. പാമ്പിൻ്റെ തൊലി പോലെ ഇങ്ങനെ ഉണങ്ങിത്തരിച്ചതായിട്ട് കാണാം. സർപ്പദോഷങ്ങൾ, ബ്രഹ്മരക്ഷസിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അത് കാണാം. അങ്ങനെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ, ഇത്തരം മാറാരോഗങ്ങൾ, ഇത്തരം ക്ഷീണങ്ങൾ, ഇത്തരം ജോയിൻറ്റിലുള്ള പെയിന്, വേദനകൾ, ഇതൊക്കെ മാറുന്ന അത്ഭുതകരമായിട്ടുള്ള അമൽ. ശരീരത്തിലുണ്ടാകുന്ന മൂർത്തികൾ ശരീരത്തിൽ നിന്ന് കരിഞ്ഞു പോകുന്ന അമൽ. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം പ്രയാസങ്ങൾക്കൊക്കെ വലിയ ശിഫാ ലഭിക്കും. ധാരാളം ആളുകൾക്ക് ലഭിച്ചതാണ്. ഇത് മുജറബാണ്. കാരണം ധാരാളം ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് ചൊറിയ മാറിയ ആളുകൾ, വ്രണം മാറിയ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാമ്പിൻ്റെ രൂപത്തിലുള്ള തൊലികളൊക്കെ നല്ല സ്മൂത്തായിട്ടുള്ള രീതിയിലേക്ക് ആയവർ, രോഗങ്ങൾക്ക് വലിയ ശിഫ ലഭിച്ചവർ, ക്ഷീണങ്ങൾ മാറിയവർ, ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്ത് നോക്ക്. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, കുറേ ആളുകൾ സങ്കടം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടി ഒരു അമൽ, കുറേ നമ്മുടെ സയ്യിദിയ മജ്ലിസിനെ സ്നേഹിക്കുന്ന, ഈ സയ്യിദിയ മജ്ലിസിനെ കാതോർക്കുന്നവരുണ്ട്, ഇതിന് ആത്മാർത്ഥമായിട്ട് ഹൃദയം കൊണ്ട് ഇഷ്ടം വെക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ഒന്ന് പകർന്നു തരാം എന്ന് കരുതിയത്. ഏതാണ് അത്ഭുതകരമായിട്ടുള്ള അമൽ? ഈ എണ്ണ മതി, ഈ ഒരു എണ്ണ മതി. ഇൻഷാ അല്ലാഹ് നിങ്ങളെ എല്ലാ രോഗങ്ങൾക്കും ഇത് ശിഫയാണ്. ഏതാണ് എണ്ണ? എങ്ങനെയാണ് ഈ എണ്ണ കൊണ്ട് അമൽ ചെയ്യേണ്ടത്? ഏതാണ് ഈ എണ്ണയിലേക്ക് ഓതി മന്ത്രിക്കേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് നമുക്ക് പറയാം. അത് പറയുന്നതിന് മുമ്പ് എപ്പോഴും നമ്മളെ മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മജ്ലിസുമായി ബന്ധപ്പെടുന്നവർ, ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ.
ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകലമാന പ്രയാസങ്ങളും സകല രോഗങ്ങൾക്കും അല്ലാഹു പരിപൂർണ ആജിലായ കാമിലായ പരിപൂർണ ശിഫ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു ഇനി തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്ത് അല്ലാഹു ഇനി നൽകണേ റബ്ബേ, നീ നൽകണേ തമ്പുരാനെ. സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണല്ലോ, മക്രീങ്ങളെ വക്രനെ തൊട്ട് കാക്കണല്ലോ, ഫത്താനീങ്ങളെ ഫിത്തനയെ തൊട്ട് കാക്കണല്ലോ, ലോലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണല്ലോ, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണല്ലോ, ചതിയന്മാരുടെ എല്ലാ ചതിവലകളെ തൊട്ടും അല്ലാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യമാരെയും ഞങ്ങളെ ഭർത്താക്കന്മാരെയും നീ കാത്ത് സംരക്ഷിക്കണല്ലോ, നീ കാവലേഖണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമല്? ഒന്നുമില്ല മുഅ്മിനീങ്ങളെ, നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒലിവ് ഓയിൽ, അതായത് സൈത്തെണ്ണ. സൈത്തെണ്ണയെ പറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇത് 70 രോഗങ്ങൾക്ക് ശിഫയാണ്. ഈ എണ്ണ 70ഓളം രോഗങ്ങൾക്ക് ശിഫയാണ്. അതുമാത്രമല്ല, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞത് എന്താണ്? ഖുർആൻ സത്യം ചെയ്ത് പറഞ്ഞതാണ്, വത്തീനി വസ്സൈത്തൂൻ, അത്തിപ്പയത്തെയും സൈത്ത് അതായത് ഒലിവ് ഓയിൽ, ഒലിവ് മരത്തെയും തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞതാണ്. അത്തിപ്പയത്തൊട്ടും ഒലിവ് മരത്തെ തൊട്ടും അത്രയും ഗുണമാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വരെ പരിചയപ്പെടുത്തിയതാണ് ഒലിവ് മരം, ഒലിവ് ഓയിൽ, അതായത് സൈത്തെണ്ണ. ഈ സൈത്തെണ്ണക്ക് വലിയ അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ നിങ്ങൾക്ക് പകർന്നു തരേണ്ട ആവശ്യമില്ല. അത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങണ്ട. നല്ല പൈസ കൊടുത്ത് വാങ്ങിയാലും നമ്മളെ പ്രയാസങ്ങൾ മാറണം. ശരീരത്തിലുള്ള ഇത്തരം മൂർത്തികളുടെ പ്രയാസങ്ങൾ, ഇത്തരം സിഹിർ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, സിഹിർ സംബന്ധമായി മൂർത്തി പ്രയാസങ്ങൾ വന്ന് അല്ലെങ്കിൽ ബ്രഹ്മരശസ് കൊണ്ടുവന്ന സർപ്പദോഷങ്ങൾ കൊണ്ടുവന്ന ഇത്തരം പൈശാചികമായ ഷെറുകൾ കൊണ്ടുവന്ന രോഗങ്ങൾ, തൊലിപ്പുറത്തുള്ള ചൊറികൾ, വ്രണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊലി ഇങ്ങനെ ചുളുങ്ങാൻ തുടങ്ങാം. പ്രായമുള്ള ആളുകളുടെ തൊലി പോലെ തൊലി ഇങ്ങനെ ചുളുങ്ങാൻ തുടങ്ങാം. തൊലിയാണെങ്കിൽ പാമ്പിൻ്റെ രൂപത്തിലേക്കും ആയി മാറുന്നത്. അങ്ങനെ കുറേ പ്രയാസങ്ങളുണ്ട്. മുഖം ഇങ്ങനെ കറുത്ത് കരിവാളിച്ച് വരുന്നവർ, മുടി കൊയ്യുന്നവർ, മുടി ചടകുത്തിയവർ, സിഹിർ വന്നുകൊണ്ട് മുടി ചടകുത്തിയവർ, മുടി ഇങ്ങനെ കെട്ടുകുടുങ്ങുന്നവർ, അങ്ങനെ എണ്ണിയാൽ പറയാത്തത്ര പ്രയാസങ്ങളുണ്ട്. ഊരവേദന, കാലുവേദന, കാൽമുട്ടുവേദന, കാല് നിലത്തേക്ക് വെക്കാൻ കഴിയുന്നില്ല തങ്ങളെ, കാൽ നിലത്തേക്ക് വെക്കുമ്പോൾ എന്തോ ചളിയിൽ ചവിട്ടിയതുപോലെ, അല്ലെങ്കിൽ കാൽ ഉറക്കാത്തതുപോലെ, അങ്ങനൊക്കെ സങ്കടം പറയുന്നവരുണ്ട്. അവർക്കൊക്കെ പറ്റിയ അമലാണ്, ആർക്കും ചെയ്യാൻ പറ്റിയ അമലാണ്. ഒന്ന് ചെയ്ത് നോക്ക്. ഈ സിഹിർ ഉണ്ടോ എന്ന് സംശയമുള്ള ആളുകൾക്ക് സിഹിർ ഉണ്ടോ, അങ്ങനത്തെ ആളുകൾക്കും ചെയ്യാം. ഉണ്ടെങ്കിൽ അത് ബാത്തിലാകും. പിന്നെ അവനക്ക് ആ പിശാചിന്, അത് ഏത് പിശാചാണെങ്കിലും, കരിങ്കുട്ടിയാണെങ്കിലും, മൂർത്തികളാണെങ്കിലും, ഒടിമൂർത്തിയാണെങ്കിലും, കരിമൂർത്തിയാണെങ്കിലും, മീൻകുളത്തിയാണെങ്കിലും, ഗുളികനാണെങ്കിലും, ഏത് ഞാൻ എണ്ണി പറയുന്നില്ല അങ്ങനെ അത്രയും പിശാചുകളുടെ പേരുകളുണ്ട്. അവൻ ഏത് തരം പിശാചാണെങ്കിലും അത് ഒഴിഞ്ഞു പോകും. നിങ്ങൾ ചെയ്യേണ്ടത് 21 ദിവസം നല്ല ഒറിജിനൽ സൈത്തൻ എടുത്തിട്ട് അതിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ അത്ഭുതകരമായിട്ടുള്ള സൂറത്തുകൾ ഓതാം. ആദ്യമായി നമ്മൾ 21 പ്രാവശ്യം ഓതേണ്ടത് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ കൊണ്ട് തുടങ്ങും. ഫാത്തിഹ ആണല്ലോ എല്ലാത്തിനും തുടക്കവും, എല്ലാത്തിനും വലിയ ശിഫ. ഫാത്തിഹ ഇല്ലാത്തത് മന്ത്രത്തിലില്ല. അതുകൊണ്ട് ഫാത്തിഹ തുടങ്ങുക 21 പ്രാവശ്യം. പിന്നെ നിങ്ങൾ ഓതേണ്ടത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ അത്ഭുതകരമായിട്ടുള്ള ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസി 21 പ്രാവശ്യം. പിന്നീട് 21 പ്രാവശ്യം ഓതേണ്ടത് സൂറത്തുൽ യാസീനിലെ 9ാമത്തെ ആയത്ത് 21 പ്രാവശ്യം ഓതുക. പിന്നീട് സൂറത്തുൽ യൂനിസിലെ 81ാമത്തെ ആയത്ത് ഫൽഖൗ ഖാല മൂസാ മജ്അതും ബിഹിസ്ഹർ ഇന്നല്ലാഹ സയുബ്തിലു ഇന്നല്ലാഹ ലാ യുസ്ലി അമലൽ മുഫ്സിദീൻ. ഈ ആയത്ത് 21 പ്രാവശ്യം. ഏതൊക്കെയാണ്? ഫാത്തിഹ 21 പ്രാവശ്യം, ആയത്തുൽ കുർസി 21 പ്രാവശ്യം, യാസീനിലെ 9ാമത്തെ ആയത്ത് 21 പ്രാവശ്യം, സൂറത്തുൽ യൂനിസിലെ 81ാമത്തെ ആയത്ത് 21 പ്രാവശ്യം ഓത്. പിന്നീട് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് 7 പ്രാവശ്യം,
സൂറത്തുൽ ഫലഖ് 7 പ്രാവശ്യം ഈ സൈത്തെണ്ണയിലേക്ക് ഓതി മന്ത്രിക്കണം. സൈത്തെണ്ണ നാവിൻ്റെ ചുണ്ടിൻ്റെ അടുത്ത് വെച്ചിട്ട് ഓതണം. ചുണ്ടിനോട് ചേർത്ത് വെച്ച് നമ്മളിങ്ങനെ ഓതുന്ന സമയത്ത് ആ സൈത്തെണ്ണ ഇങ്ങനെ ഇളകണം. നമ്മൾ ഓത്തിൻ്റെ അതിങ്ങനെ സൈത്തെണ്ണയിൽ ഇങ്ങനെ തട്ടണം. അതിൻ്റെ വായു സൈത്തെണ്ണയിൽ ഇങ്ങനെ തട്ടണം. ഇത്രയും ചുണ്ടിൻ്റെ അടുത്ത് ചേർത്ത് വെച്ച് ഓതുക. എന്നിട്ട് ഓരോന്ന് ഓതിയതിന് ശേഷം, ഓരോ പ്രാവശ്യം ഓതിയതിന് ശേഷം ഇഷ്ഫി 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 3 പ്രാവശ്യം മന്ത്രിക്കുക. സൈത്തെണ്ണയിൽ മന്ത്രിക്കുക. എന്നിട്ട് പരിപൂർണമായി സൂറത്തുൻ നാസ് 7 പ്രാവശ്യം ഓതി പരിപൂർണമായി ഓതിയതിന് ശേഷം ഈ സൈത്തെണ്ണ 6 ഭാഗങ്ങളിൽ, നമ്മുടെ ശരീരത്തിൻ്റെ 6 അവയവങ്ങളിലാണ് ഇത് തേക്കേണ്ടത്. ഏതൊക്കെയാണ് 6 അവയവങ്ങൾ? 1, 2 കൈകൾ, വലത് കൈയും ഇടത് കൈയിൻ്റെയും പള്ള നല്ല ചേർത്ത് പള്ളയുടെ, അതായത് ഞാനിങ്ങനെ തേക്കുന്നത് പോലെ വിരലിൻ്റെ ഇടകളിലും, നമ്മൾ വുളു എടുക്കുമ്പോൾ കൈ കഴുകുന്നത് പോലെ ഫുള്ള് ആ സൈത്തെണ്ണ നമ്മളെ 2 കൈയിൻ്റെ ഫുൾ ഭാഗങ്ങളിൽ അത് എത്തണം. വിരലിൻ്റെ ഇടയിലൊക്കെ, ആ വിരലിൻ്റെ ഇടകളിലേക്കൊക്കെ ആക്കി ഫുള്ളൊന്ന് തട്ടുന്ന രൂപത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ഒഴിഞ്ഞെടുക്കുക. 2 കൈ ഒഴിഞ്ഞെടുക്കുക. അപ്പോൾ 2 കൈകളിലായി. പിന്നീട് തേക്കേണ്ടത് വലത് കാലിൻ്റെ അടിഭാഗം, പള്ളയുടെ ഭാഗം, വലത് കാലിൻ്റെ പള്ളയുടെ ഭാഗം ഫുള്ള് കാലിൻ്റെ വിരലിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചേർത്ത് അത് ആ എണ്ണ ഒന്ന് പുരട്ടുക. പിന്നെ ഇടത് കാല് അതുപോലെ തന്നെ, ഇടത് കാലിൻ്റെ മടമ്പ് ഭാഗത്തും അതിൻ്റെ പള്ളയിലും അതിൻ്റെ വിരലിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ചേർത്ത് പുരട്ടുക. 2 കാലായി, 2 കൈയായി. പിന്നെ പൊക്കിൾ കൊടിയിൽ എന്ത് ചെയ്യുക, ഒന്ന് തേച്ച് പിടിപ്പിക്കുക. പൊക്കിളിൻ്റെ ചുറ്റും, അതായത് പൊക്കിളിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. പിന്നീട് നെറ്റിത്തടത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ 21 ദിവസം. ഇത് എപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ തേക്കേണ്ടതും മന്ത്രിക്കേണ്ടതും? മന്ത്രിക്കേണ്ട സമയം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ മന്ത്രിക്കുക. തേക്കേണ്ടത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച്, ഇശാ നിസ്കരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കിടക്കുന്നതിൻ്റെ മുമ്പേ ആയിട്ട് തേച്ച് പിടിപ്പിക്കുക. അത് രാവിലെ കുളിച്ച് ഒഴിവാക്കാം. അങ്ങനെ 21 പ്രാവശ്യം ഓരോ ദിവസം, ഒറ്റ ദിവസം മന്ത്രിച്ച് വെച്ചാൽ മതിയോ? അല്ല, എല്ലാ ദിവസവും മന്ത്രിക്കണം. എണ്ണ പഴയതായാലും കുഴപ്പമില്ല, എണ്ണ ഇന്നലെ മന്ത്രിച്ചതിൻ്റെ ബാക്കിയാണ്, കുഴപ്പമില്ല, അതിൽ തന്നെ മന്ത്രിക്കുക. 2ാമത്തെ ദിവസം. അങ്ങനെ 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പിശാചും ശരീരത്തിൽ നിന്ന് കരിഞ്ഞു പോകും. പൈശാചികമായ ഷർറ് മൂലം വന്ന എല്ലാ രോഗങ്ങൾക്കും ഇത് പരിപൂർണ ശിഫയാണ്. സൈത്തെണ്ണയിൽ ശിഫയുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പറഞ്ഞതാണ്. 70ഓളം രോഗങ്ങൾക്ക് ശിഫയാണെന്ന് ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പറഞ്ഞതാണ്. സൈത്തെണ്ണയും അത്തിപ്പഴത്തെ തൊട്ട് സത്യം ചെയ്തത് ഞാനല്ല, അല്ലാഹുവാണ്, പടച്ചതമ്പുരാനാണ്. അത്തീനി വസ്സൈത്തൂൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തിയതാണ്. ഇത് ഇങ്ങനെ മന്ത്രിച്ച് നിങ്ങളെ ശരീരത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള എല്ലാ പിശാചികമായ ഷർറും നീങ്ങിപ്പോകും. പിശാചിൻ്റെ ഷർറിൽ ബുദ്ധിമുട്ടുന്ന, ഇത്തരം പ്രയാസങ്ങളിൽ കാലങ്ങളായിട്ട് ഇതിന്ന് വലിയ മുക്തത കിട്ടാത്ത ആളുകൾ, മാനസികമായ രോഗങ്ങളായി മാറിയവർ, മാനസിക പ്രയാസങ്ങളിൽ അകപ്പെട്ടു പോയവർ, വീടിൻ്റെ അകത്തിരിക്കുകയാണ്. നല്ല ആക്റ്റീവായിരുന്നു പൊന്നുമോന്, ഇപ്പോൾ വീടിൻ്റെ അകത്താണ്. മോള് നല്ല ആക്റ്റീവായിരുന്നു, ഇപ്പോൾ ഒന്നും പറ്റുന്നില്ല. അവൾ ഒറ്റയ്ക്ക് സംസാരിക്കുക, ഒറ്റയ്ക്ക് ചിരിക്കുക, ഒരു മാനസിക രോഗിയായി മാറി. ഇപ്പോൾ ഉറങ്ങണമെങ്കിൽ ഗുളിക കഴിക്കണം. അങ്ങനെയുള്ള ആളുകളൊക്കെ നിഷാദത്ത് ചെയ്താൽ വലിയ ശിഫയാണ്. പ്രയാസങ്ങൾക്ക് ഇതുകൊണ്ട്, വലിയ പ്രയാസങ്ങൾക്ക് ഇത് ഒരു വലിയ പരിഹാരമാണ്. നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ശിഫയാക്കി തരട്ടെ. നമ്മുടെ സകല രോഗങ്ങൾക്കും അള്ളാഹു ആജിലായ കാമിലായ പരിപൂർണ്ണ ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. ഈ ഒരു അമലിനെ നിഷാദ് എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഞാനൊരു ഇജാസത്ത് തരികയാണ്, ഒരു സമ്മതം തരികയാണ്. പക്ഷെ അതെല്ലാവരും ചെയ്തോ. ഞാനൊരു ഇജാസത്ത് തരികയാണ്. ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം, പരിപൂർണമായി കാണുന്നവർക്ക് അവസാനം ഞാനൊരു ഇജാസത്ത് തരികയാണ്. പക്ഷെ അതെല്ലാവർക്കും ചെയ്യാം. ആർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. മന്ത്രിച്ച് അവരെ, ഈ മാനസിക രോഗികളുണ്ടെങ്കിൽ, മാനസിക പിരിമുറക്കത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, സിഹ്ർ സംബന്ധമായ പ്രയാസങ്ങളിൽ അകപ്പെട്ടവരുണ്ടെങ്കിൽ, അതുമൂലം വന്ന രോഗികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് ചെയ്തു കൊടുക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:45 സയ്യിദിയ മജ്ലിസ്
ഈ ഒരു ചാനൽ തന്നെയാണ്. ഈ ഒരു ചാനലിലാണ് രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന വലിയ പ്രഭാത മജ്ലിസാണ്. എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.